കൊച്ചിക്ക് സമീപം മരടിൽ ഫ്ളാറ്റുകൾ തകർക്കുന്ന ദൃശ്യം നമ്മൾ എല്ലാവരും കണ്ടിട്ട് ഇന്ന് 5 വർഷം തികയുകയാണ്. 4 കൂറ്റൻ ഫ്ളാറ്റുകൾ നിലം പൊത്തിയ മരടിൽ വീണ്ടും ഫ്ളാറ്റുകൾ ഉയരാനുള്ള സാധ്യതയുണ്ടോ? ഈ ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. കാരണം നിയന്ത്രണങ്ങളോടെ നിർമ്മാണമാകാം എന്നാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി മരടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. 2020 ജനുവരി 11-12 തീയതികളിലായി 4 കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് നിലം പരിശാക്കിയത്. കുണ്ടന്നൂരിലെ ഹോളി ഫെയ്ത്ത് ചിറ്റുവോ, കണ്ണടിക്കാവ് ഗോൾഡൻ കായലോരം, നെട്ടൂർ ജെയിൻ കോറൽ കേവ്, നെട്ടൂർ ആൽഫ സർണെന്നീ ബഹുനില മന്ദിരങ്ങളാണ് നിമിഷങ്ങൾ കൊണ്ട് മൺകൂനയായത്. തീരപരിപാലന നിയമം ലംഘിച്ചെന്നായിരുന്നു കുറ്റം. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫ്ളാറ്റുകൾ പൊളിച്ചത്. ഫ്ളാറ്റ് പൊളിക്കൽ വൈകുന്നത് ചൂണ്ടിക്കാണിച്ചത് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടും സർക്കാർ നടപടികൾ വേഗത്തിലായില്ല എന്ന വിമർശനവും ഉണ്ടായി. പിന്നാലെ കോടതിയലക്ഷ്യ ഹർജിയിലേക്ക് കടന്നപ്പോഴാണ് പൊളിക്കാൻ തിരക്കിട്ട നീക്കവുമായി സർക്കാർ എത്തിയത്. സുപ്രീം കോടതിയുടെ തീരുമാനം കൃത്യമായി നടപ്പിലാക്കി. ഫ്ളാറ്റ് പൊളിക്കലിന് പിന്നാലെ മരടിനൊരു ചീത്തപ്പേരും ലഭിച്ചു. ആകർഷകമായ വാണിജ്യ വ്യവസായ പദ്ധതികൾ ഇവിടെ പിന്നീട് ഉണ്ടായില്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. മരടിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള പുതിയ നിക്ഷേപകർ വരാൻ മടിക്കുകയാണ്. കാരണം മരടെന്ന് കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഫ്ലാറ്റ് വാങ്ങി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് മരടെന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന രീതിയാണ്. പക്ഷേ അത് ഉണ്ടായതെന്ന് പറയുന്ന സർക്കാരിൻ്റെ തന്നെ കഴിവുകേടാണ്. ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ ചർച്ചയായതും പരിഗണിച്ചതും ഉടമകളുടെയും നിർമ്മാതാക്കളുടെയും വേവലാതികൾ മാത്രമായിരുന്നു. അവശിഷ്ട നിർമ്മാർജ്ജനം വരെ ചർച്ചയായപ്പോൾ അവഗണിച്ചത് ഒരു തെറ്റും ചെയ്യാതെ ദുരിതമനുഭവിക്കേണ്ടി വന്ന പരിസരവാസികളുടെ കാര്യം. ഫ്ളാറ്റ് പൊളിച്ചത് 350 പ്രദേശവാസികളെയാണ് ദോഷകരമായി ബാധിച്ചത്. നഷ്ടപരിഹാരത്തിനായി ഇവർ നടത്തിയ സമരങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചു. നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ ഇപ്പോഴും ഫയലിൽ തന്നെ. പൊളിച്ച 2 ഫ്ളാറ്റുകളുടെ ഭൂമി തിരികെ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഗോൾഡൻ കായലോരം, ആൽഫ സർൺ എന്നിവർക്കാണ് ഭൂമി മടക്കി നൽകാൻ തീരുമാനിച്ചത്. 2019 പുതുക്കിയ തീരദേശ പരിപാലന നിയമം പുറത്തു വന്നു. പുതുക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ളാറ്റ് നിന്ന സ്ഥലങ്ങളിൽ നിയന്ത്രണത്തോടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം. ഇതിന്റെ പേരിൽ സർക്കാർ സുപ്രീം കോടതിയിൽ കത്ത് സമർപ്പിക്കുന്നു. സുപ്രീം കോടതി അമിക്കസ് ക്യൂരിയെ നിയമിക്കുന്നു. അമിക്കസ് ക്യൂരി ഗൗതം അഗർവാൾ നേതൃത്വത്തിലുള്ള സംഘമാണ് മരട് നഗരസഭ അധികൃതരുമായി ചർച്ച നടത്തുകയും സ്ഥലം സന്ദർശിച്ച് കൃത്യമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊളിച്ചടിക്കിയ ഭൂമിയിൽ ഇനിയും നിർമ്മാണം നടത്താനാവുമോ എന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പരിശോധിക്കുന്നത്. മരടിലെത്തിയ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ നഗരസഭാ അധികൃതരുമായി ചർച്ച നടത്തി. റിപ്പോർട്ട് അനുകൂലമായാൽ ഇവിടങ്ങളിൽ വീണ്ടും ബഹുനില മന്ദിരങ്ങൾ ഉയരും. 2019 തീരപരിപാലന നിയമപ്രകാരം മരട് നഗരസഭ കാറ്റഗറി 2-ലാണ്. ഇവിടെ നിയന്ത്രണങ്ങളോടെ നിർമ്മാണമാകാമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ക്രിസ്തുമസ് അവധിക്ക് ശേഷം സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിക്കും. ഫ്ളാറ്റ് വീണ്ടും നിർമ്മിക്കാനുള്ള നഗരസഭാ നിലപാടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രദേശവാസികൾ. പൊളിച്ച സ്ഥലത്ത് തന്നെ നിർമ്മിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പൊളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ താമസിച്ചിരുന്നവരെ എല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണല്ലോ. അത് ഒരു ശരിയായ നടപടിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഫ്ളാറ്റുകൾ വരുന്നത് നല്ലതാണ്. ഞങ്ങളുടെ ബിസിനസ്സിന് നല്ലതാണ്. ഒരു ഘട്ടത്തിൽ അധികാരികൾ പെർമിഷൻ കൊടുത്തതല്ലേ, അപ്പോൾ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ റീതിങ്കിങ് നടത്തുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ റൂള് വയലേറ്റ് ചെയ്തൊക്കെ പോവുകയാണ്. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അംഗീകരിച്ച് സുപ്രീം കോടതിന് അനുകൂലമായ വിധി വന്നാൽ ഫ്ളാറ്റുകൾ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് നഗരസഭയുടെ നിലപാട്. എന്നിരുന്നാലും ഫ്ളാറ്റുകൾ പൊളിച്ച് 5 വർഷം പിന്നിടുമ്പോൾ നഷ്ടപരിഹാരം പോലും ലഭിക്കാത്ത 350 കുടുംബങ്ങൾ ഇവിടെയുണ്ട് എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. മരടിലെ അമ്പരചുംബികളായ ഫ്ളാറ്റ് സമുച്ചയം നിമിഷാർദ്ധം കൊണ്ട് പൊടിപടലമായി മാറിയത് നമ്മളെല്ലാം കണ്ടതാണ്. ആ കാഴ്ചയിൽ ചിലർ ആശ്വസിച്ചത് ഇത് തീരദേശ പരിപാലന നിയമമൊക്കെ ലംഘിക്കപ്പെട്ടുണ്ടായതാണല്ലോ, ഇതൊരു മാതൃകാപരമായ നടപടിയായിരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴവിടെ വീണ്ടും നിയന്ത്രണങ്ങളോടുകൂടി നിർമ്മാണങ്ങളാകാം, വീണ്ടും അതേ പൊടിപടലങ്ങളിൽ വീണ്ടും ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉയരാൻ പോകുന്നു എന്നതാണ് സാഹചര്യമെങ്കിൽ പൊളിഞ്ഞുപോയ ഫ്ളാറ്റുകളിൽ തകർന്നടിഞ്ഞുപോയ സ്വപ്നങ്ങളുമായി ഇതുവരെയും നഷ്ടപരിഹാരം കിട്ടാതിരിക്കുന്ന കുടുംബങ്ങളോട് എന്തു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഇവർക്ക്
ഒരു ഫൈൻ ഈടാക്കി ഇവരിൽ നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയത്. നിയമങ്ങളൊക്കെ തന്നെ ഒരു കൂട്ടർക്കും മറ്റുള്ളവർക്ക് അതൊന്നും ബാധകമല്ല എന്ന സ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ തുടരുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. മറ്റു വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും.